Good afternoon. Good afternoon. കേൾക്കാൻ പറ്റുന്നില്ലേ? അക്ഷര, ഉഷറ, ഇതാണ് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ഇനി കേൾക്കാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറച്ചു നേരം സ്റ്റില്ലായിരിക്കായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഇഷ കേറി, അക്ഷര. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തോടു കൂടി ഉള്ളൂ നമ്മുടെ ക്ലാസ് അല്ലെ. ക്ലാസ് കഴിഞ്ഞ് ചെറിയൊരു സെക്ഷൻ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തോ, ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ബാരിയേഴ്സ് ആണ് അല്ലെ. ബാരിയേഴ്സ് ടു സെലക്ഷൻ. നമുക്ക് ഒരു സെലക്ഷൻ പ്രോസസ്സിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത് പറഞ്ഞത് ഏതാ? ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്. സെലക്ഷൻ സമീപനങ്ങളുടെ വൈവിധ്യം. പലതരത്തിലുള്ള സെലക്ഷൻ അപ്രോച്ച് ഉണ്ട്. അപ്പൊ അതെല്ലാം അറിയാവുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ഇല്ല നമുക്ക്. എന്തിന്? മാനേജേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാർഗം ഇല്ല. രണ്ടാമത്തെയാണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അവിടെ ആർക്കാണോ അവിടെ പവർ ആർക്കാണോ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഓർഗനൈസേഷന്റെ ഒരു പരിസ്ഥിതി. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം സെലക്ഷൻ പ്രോസസ്സ് ടൈം ഒത്തിരി സമയം എടുക്കുന്ന കോസ്റ്റ് വരുന്ന കാര്യമാണ്. അതൊരു തടസ്സമാണ്. നെക്സ്റ്റ് ആണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ. നമ്മുടെ ഓരോരുത്തർക്കുടെയും പോയിന്റ് ഓഫ് വ്യൂ, കാഴ്ചപ്പാടുകൾ. Another barrier in selection, selecting the right candidates is the lack of ability to understand the correctly. അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇതാണ്, അതിൻ്റെ ഒരു കുറവാണ് അടുത്തൊരു ബാരിയർ എന്ന് പറയുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. തേർഡ് എടുത്തില്ല, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ് എടുത്തില്ല, ഇല്ല അല്ലെ. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത തേർഡും കൂടി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. അടുത്തൊരു തടസ്സം എന്ന് പറഞ്ഞ ഏതാ? ടൈം, കോസ്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആർ ദ ടൈം ആൻഡ് ദ കോസ്റ്റ് ഇൻകറഡ് വൈൽ ടേക്കിംഗ് HR ഡിസിഷൻ. നമുക്കറിയാം ഈ സെലക്ഷൻ പ്രോസസ്സിന് നമുക്ക് ഒത്തിരി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സമയവും അതുപോലെ ടൈമും. രണ്ടിനും നമുക്ക് സമയം വേണം. അപ്പൊ HR മാനേജർ അതിന്റെ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. It becomes necessary to recognize these elements such as advertising expense. ഏതൊക്കെയാ? അഡ്വർടൈസ്മെന്റിന് പൈസ വരും, ഏജൻസി ഫീസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ, ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന സമയം, കോസ്റ്റ് ഇൻകറേഡ് ഇൻ റെഫറൻസ് ചെക്കിംഗ്. റെഫറൻസ് ചെക്കിന് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവ്, മെഡിക്കൽ എക്സാമിനേഷൻ എക്സെട്ര തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കോസ്റ്റും ആകും. അതുപോലെ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമും വരും. അപ്പൊ അത് നമ്മൾ ഈ എലിമെന്റ്സ് ടൈം, കോസ്റ്റ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു തടസ്സമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ആണ് പെർസെപ്ഷൻ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ടൈലർ. HR മാനേജർ അപ്പൊ അവിടെ ഡിസിഷൻ എടുക്കുമ്പോൾ എന്താ ഈ കാര്യങ്ങൾ കൂടി നോക്കണം. ടൈമും കോസ്റ്റും അവിടെ കൺസിഡർ ചെയ്യണം. ദെൻ നാലാമത്തെ പോയിന്റ് ആണ്, അതിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകളാണ്. Another barrier in selecting the right candidates. അടുത്തൊരു തടസ്സം എന്താ? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള അടുത്തൊരു തടസ്സം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ ലാക്ക് ഓഫ് എബിലിറ്റി.
എബിലിറ്റി കുറവ്. എന്തിനു വേണ്ടി? ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് കറക്റ്റ്ലി. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു എബിലിറ്റി അത് കുറവ്. നമുക്ക് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് മറ്റൊരാളെ നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. Selection requires an individual or group to measure and to compare the respective competencies of others with an objective of choosing the right candidates for the job. ആ ജോലിയിലേക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഈ ഒരു സെലക്ഷന് എന്താവശ്യമായിട്ടാണ്? ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ എന്ത് ചെയ്യുക? അതിനെ മെഷർ ചെയ്യേണ്ട ആവശ്യമാണ്. ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഇൻഡിവിജ്വലിലോ ഗ്രൂപ്പിലോ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ കാഴ്ചപ്പാടുകൾ, നമ്മൾ ഓരോരുത്തരെ കാണുന്ന ഒരു വ്യൂ ഇല്ലേ? ഇപ്പൊ ഞാൻ സെലക്ഷൻ പ്രോസസ്സിലോ നിഷേനെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എന്റെ കാഴ്ചപ്പാടുകള് ഇപ്പൊ നിഷ എത്രത്തോളം അവിടെ ചെയ്യും എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല ഞാൻ പറഞ്ഞത്, അത് ചിലപ്പോ അത്രത്തോളം ആവണമെന്നില്ല. ഓക്കെ, കാഴ്ചപ്പാടുകളാണ് പെർസെപ്ഷൻ, അല്ലെങ്കിൽ ധാരണ, അവരെ കുറിച്ചുള്ള ഒരു ധാരണ, കാഴ്ചപ്പാടുകള്. അപ്പൊ ഈ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഇൻഡിവിജ്വലിലോ ഗ്രൂപ്പിലോ ഒക്കെ മറ്റുള്ളവരുടെ കഴിവുകൾ താരതമ്യം ചെയ്യേണ്ടത് സെലക്ഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. അല്ലെ? സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പൊ നിഷയെ ബുഷറേനുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യണം, എങ്കിലാണ് എനിക്ക് അവിടെ ആരാണ് ബെറ്റർ എന്നറിയാൻ പറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വലോ ഗ്രൂപ്പിനോ മറ്റുള്ളവരുടെ ആ ഒരു അവരെ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, however our views are much personalized in nature. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരുന്നില്ല വേറെ ആളുകൾ ചെയ്യുമ്പോൾ. everyone perceives the world in a different manner. ഓരോരുത്തരും അവരെ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ സെലക്ഷൻ അല്ലെങ്കിൽ അതിൽ ഞാൻ ചെയ്യുമ്പോൾ എന്നെ പോലെ ആയിരിക്കണം എന്നില്ല വേറൊരാളാണോ കാൻഡിഡേറ്റ്സിനെ കാണുന്നത്. ഒരു ധാരണ എന്ന് പറയുന്നത് അവരുടെ കണ്ണില് എങ്ങനെയാണുള്ളത്? അവർ റെസ്ട്രിക്റ്റഡ് പെർസെപ്ഷൻ എബിലിറ്റി, നമുക്ക് നിയന്ത്രിതമായിട്ടുള്ള ചുരുങ്ങിയ ആ ഒരു ഗ്രഹണ ശക്തി, അല്ലെങ്കിൽ അവരെ അറിയാനുള്ള ഒരു എബിലിറ്റി, അതാണ് ഈസ് ക്ലിയർലി അൺസർട്ടൻ. അതൊരു തടസ്സം തന്നെയാണ് ടു ദ ലോജിക്കൽ സെലക്ഷൻ ഓഫ് പീപ്പിൾ. ആളുകളെ സെലക്ട് ചെയ്യുന്നതിന്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരാളെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്, അത് അതുപോലെ ആവണമെന്നില്ല വേറൊരാളെ ചെയ്യുമ്പോൾ. അപ്പൊ അത് നമ്മുടെ ആ ഒരു അയാളെ പൂർണ്ണമായിട്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോ അയാൾ ഓക്കെ സെലക്ട് ചെയ്ത് അത് ജോലിക്ക് കയറി കഴിയുമ്പോഴായിരിക്കും അയാൾ എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനകത്ത് നിങ്ങള് അതിനകത്ത് ആ ഒരു ലാസ്റ്റ് സെന്റൻസ് നോക്കി അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അവർ റെസ്ട്രിക്റ്റഡ്, നിയന്ത്രിതമായിട്ടുള്ള ഈ കുറഞ്ഞ നമുക്ക് ആ മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവരുടെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് അതെന്ത് ചെയ്യുന്നു? അതൊരു ബാരിയർ തന്നെയാണ്. അൺസർട്ടൻ ബാരിയർ ടു ദ ലോജിക്കൽ സെലക്ഷൻ ഓഫ് ദ പീപ്പിൾ. അതൊരു തടസ്സമായി, ഒരു തടസ്സം തന്നെയാണ് പരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്. അത് വ്യക്തികളെയും ഒക്കെ നമ്മളത് അവരുടെ ആ ഒരു എന്താ പറയാ കാഴ്ചപ്പാട് ഇത് വ്യത്യാസമാണ്. പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ശരിക്കും എന്താ അവരെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. സെലക്ഷൻ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അവിടെ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. പൂർണ്ണമായിട്ട് നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരുത്തരും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളുണ്ട്, വീക്ഷണമുണ്ട്. അപ്പൊ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഞാൻ നോക്കുന്ന നിഷേനെ ഞാൻ എങ്ങനെയാണോ അവിടെ അസസ് ചെയ്തത് അതുപോലെ ആയിരിക്കില്ല വേറൊരാള് നിഷേനെ അസസ് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും. പല രീതിയിലാണ് അവിടെ വരുന്നത്. ആ വിലയിരുത്തലിന്റെ രീതി, നമുക്ക് അവരെ വിലയിരുത്തുന്നത്, അവരെ അസസ് ചെയ്യുന്നത്, ഈ അവരോടുള്ള ആ കാഴ്ചപ്പാട് അത് വ്യത്യാസമായിരിക്കും.
അത് സെലക്ഷനില് ഒരു തടസ്സം തന്നെയാണ്. ഇപ്പൊ ഞാൻ ഓക്കെ സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് വേറൊരാള് ചിലപ്പോ നിഷേനെ അവിടെ സെലക്ട് ചെയ്യണമെന്നില്ല. അതൊരു തടസ്സമാണ്. ഇനി അടുത്തതാണ് ഫെയർനെസ്നെസ്. ഫെയർനെസ്നെസ് എന്താ? ഈ നമുക്കൊരു എല്ലാ നീതി അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റം, എല്ലാവരും ഒരുപോലെ കാണുക, അതാണ് ഫെയർനെസ്, നീതി. Fairness is the selection process needs that there is no discrimination. അപ്പൊ ഈ ഒരു സെലക്ഷനിലെ നീതി എന്ന് പറയുന്നത് എന്താ? അതിനെന്ത് വേണം? There is no discrimination. ഒരു വിവേചനം ഒന്നും പാടില്ല. And biases, പക്ഷപാതം പാടില്ല. Against any individual on the basis of religion, race, gender. അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജെൻഡർ, മെയിൽ ഫീമെയിൽ എന്നുള്ള അടിസ്ഥാനത്തിലോ അവരുടെ വംശം ഇതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനമോ അല്ലെങ്കിൽ ഒരു പക്ഷപാതമോ ഒന്നും പാടില്ല. അതാണ് ഫെയർനെസ് എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത്. പക്ഷെ നോക്കിയേ, however the attempt to reduce the gap have not been very effective. എന്നാൽ ഇത് ശരിക്കും എഫക്റ്റീവ് അല്ല, ഫലപ്രദമല്ല. ഇപ്പൊ നമ്മൾ സെലക്ഷൻ പ്രോസസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ നോ ഡിസ്ക്രിമിനേഷൻ ആൻഡ് നോ ബയാസസ് എന്നുള്ള കാര്യം അത്രയും ഫലപ്രദമായിട്ടുള്ള കാര്യമില്ല. അതിനകത്ത് എക്സാമ്പിൾ ആണ്, അത് എഫക്റ്റീവ് അല്ല എന്നുള്ളതിന്, നോട്ട് ബീൻ വെരി എഫക്റ്റീവ്, അത് അത്രയും ഫലപ്രദമല്ല. അതിന് എക്സാമ്പിൾ ആണ് താഴെ പറഞ്ഞേക്കുന്നത്. The less number of women and other underprivileged sections of society in the middle and senior management position. ഒരെണ്ണം പറഞ്ഞേക്കണുണ്ടോ? നമ്മൾ സീനിയർ മാനേജ്മെന്റ് പൊസിഷനിലേക്ക് നമുക്ക് അവിടെ സ്ത്രീകളുടെ എണ്ണം നമുക്കറിയാം. ടോപ്പ് പൊസിഷനിലൊക്കെ സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻ, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങള്, അവരൊക്കെ ആ ഒരു സീനിയർ മാനേജ്മെന്റ് പൊസിഷനിലേക്ക് അവര് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെന്താണ്? അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ? ഇതൊരു ഡിസ്ക്രിമിനേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ഓപ്പൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബയാസസ് ഓഫ് ഏജ്. ഏജിന്റെ കാര്യത്തിലും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ഇൻ ജോബ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ് ആർ വിസിബിൾ എക്സാമ്പിൾസ് ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ. ജോബ് അഡ്വർടൈസ്മെന്റ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്, നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ജോലിയുടെ. അതിനകത്ത് അവരൊരു ഇത് വയ്ക്കുന്നുണ്ട്. അതായത് നമുക്ക് ഏജ് 20-നും 30-നും ഇടയിലുള്ളവരെ അപ്ലൈ ചെയ്യുക, 25-നും 30-നും ഇടയിലുള്ളവരെ അപ്ലൈ ചെയ്യുക, 18-നും 25-നും ഇടയിലുള്ളവരെ അപ്ലൈ ചെയ്യുക. പേപ്പറിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോ എങ്ങനെ ശ്രദ്ധിക്കാറില്ലേ? അത് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും ഒരുപോലെ കാണിക്കണ്ടേ? എല്ലാവർക്കും അപ്ലൈ ചെയ്യാന്നാണെങ്കിൽ ഓക്കെ. ഇതവിടെ അത് ആ ഒരു ഏജിന്റെ പേരില് ഉണ്ടോ ഒരു പക്ഷഭേദമാണ് കാണിക്കുന്നത്. ഇതെല്ലാം എന്താണ് നമുക്ക് സെലക്ഷനിൽ തടസ്സമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല. അത് ഫെയർനെസ്, നീതി, എല്ലാവരും ഒരുപോലെ കാണണം എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാ പറഞ്ഞത്. ഒരു ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നുള്ള പേരിലോ ഒന്നും അവിടെ ഒരു തരംതിരിവും പാടില്ല. പക്ഷെ അത് എഫക്റ്റീവ് അല്ല. അതിന് 2 എക്സാമ്പിൾ ആണ്. നമ്മൾ ഹയർ പൊസിഷനിൽ സ്ത്രീകളുടെ എണ്ണം കുറവ് അല്ലെങ്കിൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവ്, അതൊരു ഡിസ്ക്രിമിനേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്ന ജോബ് അഡ്വർടൈസ്മെന്റില് നമ്മൾ ആ ഏജ് പറയില്ലേ, ഏജ് പറയുന്നതും ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. സെലക്ഷന്റെ ഒരു ബാരിയർ ആണ്. അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. പിന്നെ നമ്മൾ ആ ഒരു എന്താ നമുക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സ്ത്രീകള് ഹയർ പൊസിഷനിൽ കുറവ്, പിന്നെ അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻസ് അവരും ലെസ് നമ്പർ ആയിരിക്കും ഹയർ പൊസിഷനിൽ. അതും പിന്നെ ഏജിന്റെ ജോബ് അഡ്വർടൈസ്മെന്റിൽ ആ ഏജ് പ്രത്യേകം പറയുന്നതും ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. അടുത്തത് 6ാമത്തെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാലിഡിറ്റി നമുക്ക് എന്താ പറയാ, എല്ലാ ഈ ഒരേ രീതിയിലുള്ളത് അല്ലെങ്കിൽ കൃത്യമായിട്ട്
നമ്മൾ അളക്കുന്നതിനെയാണ്. ആ ഒരു ടെസ്റ്റ് വാലിഡ് ആണ്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് വാലിഡിറ്റി ഉണ്ട്. വാലിഡ് ആന്ന് പറഞ്ഞ എന്താ, അത് എന്താണോ നമ്മൾ അത് അളക്കാൻ ഉദ്ദേശിക്കുന്ന സ്വഭാവം, കഴിവ്, അതെല്ലാം എത്രത്തോളം കൃത്യമായി അളക്കുന്നു, അതാണ്. എത്രത്തോളം അത് കൃത്യമായിട്ട് അളക്കുന്നു എന്നാണ് ഈ നമ്മൾ ആ ഡിസിഷൻ സ്കോറുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിസിഷൻ, അതിന്റെ കൃത്യതയാണ് ശരിക്കും പറയുന്നത് വാലിഡിറ്റി. In order to forecast the job performance of the candidates, the validity of the test is used. നമ്മൾ ജോബ് കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസ് ഫോർകാസ്റ്റ് ചെയ്യുക എന്താ, മുൻകൂട്ടി കാണുക. അതിന് നമ്മൾ ടെസ്റ്റിന്റെ വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ് ഉപയോഗിക്കും മുൻകൂട്ടി കാണാനായിട്ട്. അതായത് നമുക്കത് ഒരു പരിധി വരെ നമുക്കത് പറയാൻ പറ്റുള്ളൂ കേട്ടോ, ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ കൃത്യമായ രീതിയിലാണ് അവരെ സെലക്ട് ചെയ്തത് എന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ആ ടെസ്റ്റ് വാലിഡിറ്റി ഉണ്ട്. അതായത് എല്ലാം കൃത്യമായ രീതിയിലാണ്, കൃത്യതയാണ് ആ കാണിക്കുന്നത്. അപ്പോ അവര് എന്താണ്, നമുക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. A valid test can easily find the gap between candidates who are able to perform well and those who are not. കണ്ടോ, അതിനകത്ത് നമുക്കൊരു വാലിഡിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ഇന്റർവ്യൂന്റെ ആണെങ്കിൽ സെലക്ഷന്റെ ആണെങ്കിലും വാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അത് ചെയ്യാൻ പറ്റുന്നവരും അത് ആ ജോലി ചെയ്യാൻ കഴിയില്ലാത്തതും കഴിവുള്ള കാൻഡിഡേറ്റ്സിന്റെ ആ ഗ്യാപ്പ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. Okay, therefore, any valid test cannot forecast the job success accurately. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ നമുക്ക് ഈ വാലിഡേറ്റഡ് ടെസ്റ്റ് നമുക്ക് മുൻകൂട്ടി ജോബ് സക്സസ് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. എല്ലാം കൃത്യമായ രീതിയിൽ അയാൾക്ക് വേണ്ട കറക്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ എടുത്തത്. ഇന്ന് ഇതിന് ആ ജോലി നിർവഹിക്കാനായിട്ട് ഇപ്പൊ എംകോം വേണം 3 വർഷത്തെ എക്സ്പീരിയൻസ്. അത് നമ്മൾ അതിനൊരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. വാലിഡേറ്റഡ് ടെസ്റ്റ് ആണ്, അതായത് അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, അതുള്ളതാണ്. അപ്പൊ അത് നമുക്ക് എന്താ, അപ്പൊ ആ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ, ആ ജോലിയുടെ വിജയം നമുക്ക് നമുക്കറിയാൻ പറ്റും. ഇയാള് ആ പൊസിഷനിൽ ഇരുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്കത് ഒരു സക്സസ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. പക്ഷെ കൃത്യതയില്ല അതിന്. നമുക്കത് അയാളതിലേക്ക് കയറി ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. They cannot forecast job success accurately. കൃത്യമായിട്ടും ജോബ് സക്സസ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ അതിന് കറക്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ചിലപ്പോ അവർ അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. അവർക്ക് ചിലപ്പോ അത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. Which can only increase the chances of selection, chances of success. ഇതെന്താ, ഒരു വിജയത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയേ പറ്റുള്ളൂ. Which can only increase the chances of success. വിജയത്തിന്റെ ആ സാധ്യതയെ വർദ്ധിപ്പിക്കുള്ളൂ. നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, എന്തായാലും അയാള് നല്ല ആ ഒരു ജോബില് അയാള് സക്സസ് ആവും, ഓക്കെയാണ്, ഓർഗനൈസേഷൻ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്കത് എന്താ പറയാ, മുൻകൂട്ടി കാണാൻ പറ്റും. ആ സക്സസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അതിനെ ജോബ് സക്സസ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു വിജയത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ചാൻസിനെ കൂട്ടുള്ളൂ. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ജോബ് സക്സസ് പറയാൻ പറ്റില്ല. മനസ്സിലായോ? വിജയിക്കാനുള്ള സാധ്യത കൂടും. അതൊരു കറക്റ്റ് കൃത്യതയാണ്. ആ ടെസ്റ്റ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് അത് ആക്യുറേറ്റ് ആണ്, കൃത്യമാണ്, അതിന്റെ കൃത്യതയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുള്ളൂ. ഓക്കെ, ആ കറക്റ്റ് ഡിഗ്രി ആ ക്വാളിഫിക്കേഷൻ ആണ് അവിടെ പറഞ്ഞത്. നമ്മളത് കൃത്യമായിട്ട് തന്നെ എടുത്തത്. ആക്യുറേറ്റ് ആണ്, കൃത്യതയുണ്ട്, വാലിഡേറ്റഡ് ടെസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് അവിടെ എന്താ, വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും സക്സസ് നമുക്ക് മുൻവിധിക്കാൻ പറ്റില്ല, മുൻകൂട്ടി കാണാൻ പറ്റില്ല. അടുത്താണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത.
An interview is said to be reliable only when it is generating consistent result again and again in the simultaneous situations. ഒരേ സെയിം സാഹചര്യത്തില് അത് സ്ഥിരം ആ ഒരു എന്താ റിസൾട്ട് സെയിം ആയിട്ടുള്ള റിസൾട്ട് വീണ്ടും വീണ്ടും വന്നാൽ മാത്രമേ നമുക്ക് ആ ടെസ്റ്റ് വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു ടെസ്റ്റ് ഞാൻ കണ്ടക്ട് ചെയ്യാണ്, ഉഷറ, നിഷ ഇവരെല്ലാവരും, അക്ഷര എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാനൊരു അതിന്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. ഞാനിവിടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് സ്കോർ ചെയ്ത് ഞാനിവിടെ എഴുതി. ഞാൻ ചെയ്യുമ്പോഴും ഇനി അത് വേറെ ആള് വന്ന് ചെയ്യുമ്പോഴും സെയിം റിസൾട്ട് കിട്ടണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ അവിടെ നിങ്ങളോട് എന്തെങ്കിലും ഒരു ഫേവറിറ്റിസം ചെയ്തു എന്ന് പറയാനില്ല അല്ലെ? അപ്പൊ അതാണ് വീണ്ടും വീണ്ടും നമുക്ക് ആ സെയിം സാഹചര്യത്തില് വീണ്ടും വീണ്ടും ആ സെയിം കൺസിസ്റ്റന്റ് റിസൾട്ട്, സ്ഥിരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ എന്താന്ന് പറയാളൂ ഈസ് റിലയബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ആര് നടത്തിയാലും എവിടെ വെച്ച് നടത്തിയാലും റിസൾട്ട് സെയിം ആയിരിക്കണം. ഉണ്ടാവും. Reliability. Similar to validated test. Validated test ന് സമാനമായിട്ട് a reliable test may fall short to forecast job performance accurately. ഈ job performance കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. Okay. Reliability. ഇനി അടുത്തതാണ് pressure on selectors. സെലക്ടേഴ്സിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു സമ്മർദ്ദം, ഒരു ഫോഴ്സ്. നമുക്കറിയാം മിക്ക ജോലിക്കും ഈ സെലക്ഷൻ പ്രോസസ്സിൽ ആരെങ്കിലും അവിടെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? പൊളിറ്റീഷ്യൻസോ അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ആയിരിക്കും അവിടെ എടുക്കുന്നത്. അതൊരു തടസ്സമല്ലേ? സെലക്ടേഴ്സിന്റെ പ്രഷർ ഓൺ സെലക്ടേഴ്സ്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കും വേറെ സ്ഥലത്തു നിന്ന് ഒരു പ്രഷർ വന്നു, ഇന്ന ആളെ എടുക്കണം എന്നുള്ള ഒരു പ്രഷർ, അതൊരു തടസ്സം തന്നെയാണ്. അപ്പൊ എല്ലാവരെയും നമുക്ക് ഒരുപോലെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. Sometimes candidates are selected only because of the pressure created on selectors by the politicians. Politician, bureaucrats, relatives, friends, peer groups for the selection purposes. ഇവർക്കൊക്കെ എന്താണ് നമുക്ക് ആ ഒരു പ്രഷർ സൃഷ്ടിക്കാൻ പറ്റും. Obviously, the candidates selected are not well fit for the job. അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചു പറയാണ്, നിഷാനെ അവിടേക്ക് എടുത്തോളണം കേട്ടോ. ഞാൻ അവിടെ വിളിച്ചു പറയാൻ നിഷാനെ സെലക്ട് ചെയ്തു. പക്ഷെ അത് ചിലപ്പോ ആ കുട്ടി ഫിറ്റ് ആവണമെന്നില്ല ജോലിക്ക്. ചിലപ്പോ അതിനേക്കാളും നല്ല ഇതായിട്ട് ബുഷറി അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നിഷേനെ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടാണ് ആ നിഷേനെ അവിടെ സെലക്ട് ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താ അവിടെ ആ കുട്ടി അവിടെ ഫിറ്റ് ആവണമെന്നില്ല. നോട്ട് വെൽ ഫിറ്റ് ഫോർ ദ ജോബ്. Generally, the selection meeting of the public sectors, മിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒക്കെ സെലക്ഷൻ മീറ്റിംഗ് ഇതിന് ഈ ബിക്കോസ് ഓഫ് പ്രഷർ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇങ്ങനെയുള്ളവര് റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ ജോലിക്ക് കയറുന്നുണ്ട് അല്ലെ? രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒക്കെ ജോലി കിട്ടുന്ന ഒരുപാട് ഇതുണ്ട്. അതും ഈ സെലക്ഷനെ തടസ്സം നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ശരിക്കും ചിലപ്പോ കറക്റ്റ് ആയിട്ടുള്ളവര് ചിലപ്പോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? അവിടെ ഒരു പ്രഷർ വന്നോടെ. അതുകൊണ്ട് അത്രയൊക്കെയാണ് വാരിയേഴ്സ്. നിങ്ങൾ ആ മെയിൻ പോയിന്റ്സുകൾ നോക്കാം കേട്ടോ. 8 പോയിന്റ്സുകളും നോക്കി വെക്കുക. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നോക്കിയ 3 ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ബേസിസ് ഓഫ് ഡിഫറൻസ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ഉണ്ടോ? ബേസിസ് ഓഫ് ഡിഫറൻസ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. 3 കോളം. ഒന്നാമത് നോക്കിയേ സീക്വൻസ്. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഓർഗനൈസേഷനിലെ നിലവിലുള്ള ഒഴിവ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒഴിവ് നികത്തുന്നത് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് ഏത്? റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പഠിച്ചില്ലേ? Recruitment can be defined as the process of finding out prospective candidates for the actual or projected vacancy in an organization. കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. എന്നാൽ സെലക്ഷൻ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടം ആപ്ലിക്കേഷൻ പൂൾ അല്ലെ? ഒരു കൂട്ടം ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഇൻ വിച്ച് സെലക്ടഡ് ഫ്രം എ ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് possessing the required knowledge and skills. അല്ലെ? അതായത് നോളജ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള കഴിവുള്ളവരെ, ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്.
ഇനി ഡിഫറൻസ് നോക്കി ഒന്നാമത്തെ സീക്വൻസ് ക്രമം എങ്ങനെയാണ്, ഏതാണ് ആദ്യം നടത്തുന്നത്, ഏതാദ്യം റിക്രൂട്ട്മെന്റ് എങ്ങനെയാ, റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ. എപ്പോഴാ, സെലക്ഷന് മുന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, ശരിയല്ലേ? റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടല്ലേ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. ആളുകളെ കണ്ടെത്തണം, എന്നിട്ടാണ് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ. എന്ന സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ്. നേരെ തിരിച്ച് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ് സെലക്ഷൻ. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ നോക്കിയേ. സീക്വൻസ് അതൊന്ന് ടിക്ക് ഇട്ടോ കേട്ടോ. സീക്വൻസ് 4 എണ്ണം അതിനകത്തൊന്ന് നോക്കി വെക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാ, ഇനി അതിനു വേണ്ടി പ്രത്യേക സമയം കളയണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം റിക്രൂട്ട്മെന്റ് നടത്തും, അത് കഴിഞ്ഞ് സെലക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയോ ഒബ്ജക്റ്റീവ്. ഇത് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടു അട്രാക്ട് ദ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, ടു അട്രാക്ട് ദ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ്. To attract the maximum number of potential applicants in order to get a large applications. ഒരു മാക്സിമം കൂടുതൽ ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യുക, അതാണ് ഒബ്ജക്റ്റീവ് റിക്രൂട്ട്മെന്റിന്റെ. എന്നാൽ സെലക്ഷനോ, main objective of the selection is to choose the best suitable candidates from the application pool. Application pool അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ ചൂസ് ചെയ്യുക, അതാണ് ഒബ്ജക്റ്റീവ്. അണ്ടർലൈൻ ചെയ്ത അവിടെ ചൂസ് ദ ബെസ്റ്റ് ഫിറ്റ് ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ക്ലിയർ ആവുന്നില്ലേ? പഠിച്ചത് എളുപ്പമില്ലേ? പഠിച്ചു കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണമെന്നല്ലേ ഉള്ളൂ അവിടെ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, പ്രോസസ് എന്താണ്. ഇനി ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ് ആണെന്ന് പറഞ്ഞാൽ നമ്മള് ഈസ് എ പോസിറ്റീവ് പ്രോസസ്, പോസിറ്റീവ് ആണ്. Recruitment is called a positive process because it involves the process of generating large pool of applicants. ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. എന്നാൽ സെലക്ഷനോ, സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാ? കുറെ പേരെ റിജക്ട് ചെയ്യുന്നില്ലേ നമ്മൾ അതില്. It involves the process which reject a large number of applicants and only few best applicants are selected for the job. Large number of applicants ഉള്ള ഒരു കുറച്ച് പേര് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഒന്നോടെ അണ്ടർലൈൻ ചെയ്തിടാം. റിക്രൂട്ട്മെന്റ് ഈസ് പോസിറ്റീവ്, then selection is called a negative process. പിന്നെ അടുത്ത മെത്തേഡ്സ് ആണ്. Methods of recruitment are very comprehensive, are not very comprehensive, and therefore there is no more a requirement of persons with highly skilled persons. ഇത് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമൊന്നുമല്ല, അത്രയും is not very comprehensive. അതുകൊണ്ട് no requirements of person with highly ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ഒന്നും വേണമെന്നില്ല അത്. എന്നാലോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്, നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിന് നേരെ തിരിച്ചാണ്, അവിടെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇത് സെലക്ട് ചെയ്യാൻ ഇന്റർവ്യൂവർ ഒക്കെ നല്ല ഇതായിട്ടുള്ളവർ വേണം അവിടെ. വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആണ് റിക്വയർഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. വളരെ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് വേണം സെലക്ഷൻ പ്രോസസ്. Therefore, in this process only skilled personnel like the experts of the selection test, സെലക്ഷൻ ടെസ്റ്റുകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവര്, കണ്ടക്ടിങ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അധികം ഇത് വേണ്ട, സ്കിൽഡ് ആയിട്ടുള്ളവര് വേണ്ട. ഓക്കെ, ഇനി അതിനകത്ത് the person with no more a requirement of അധികമായിട്ട് വേണ്ടാവുന്ന person with highly skilled personal recruitment. എന്നാൽ സെലക്ഷനിലോ only skilled personals, സ്കിൽഡ് ആയിട്ടുള്ള ആളുകള്, എക്സ്പേർട്സുകളായിരിക്കണം. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത്, അതുപോലെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിലൊക്കെ നല്ല എക്സ്പേർട്ട് ആയിരിക്കണം. സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തി അതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ വേണം. ഇനി അടുത്തതാണ് സർവീസ് കോൺട്രാക്ട്. എങ്ങനെയാ? പ്രത്യേക എഗ്രിമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ദ ഔട്ട്കം ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സർവീസ് കോൺട്രാക്ട് ഒന്നും അങ്ങനെ ഇല്ല. എന്നാൽ ഇവിടെയോ there is a service contract between the employer and selected candidates. എംപ്ലോയറും സെലക്ടഡ് കാൻഡിഡേറ്റ്സും തമ്മിൽ എന്തുണ്ട്? സർവീസ് കോൺട്രാക്ട് ഉണ്ട്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞില്ലേ?
കഴിഞ്ഞ ദിവസം എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, കരാറ്, കോൺട്രാക്ട് അതുണ്ട്. ഇനി റിസൾട്ട് എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് എന്താ? Recruitment result in the pool of application which serve as an input for process of selection. ഇനി സെലക്ഷൻ പ്രോസസ്സിനുള്ള ഒരു ഇൻപുട്ട് ആണ്. അതായത് ഒരു കൂട്ടം ആപ്ലിക്കൻസിന് കിട്ടും, അതാണ് റിസൾട്ട് അവിടെ. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ് അത്രയാണ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻ എന്ന സെലക്ഷനോ selection process result in the form of selecting final candidates. അല്ലെ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഫൈനൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. Who will get the job offer? അവർക്കാണ് നമ്മൾ ആ ജോബ് ഓഫർ കൊടുക്കുന്നത്. ക്ലിയർ ആണ് ആ ടേബിള്? സീക്വൻസ്, ഒബ്ജക്റ്റീവ്, പ്രോസസ്, റിസൾട്ട്, അത് നാലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരുപാട് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഒരു സെക്ഷൻ തീർന്നപ്പോ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അവിടെ ഒരു കമ്പാരിസൺ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. എത്രയാണ് നമുക്ക് ഓറിയന്റേഷൻ മുതല് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ മുതല് അവിടെ മിസ് എടുത്തതാണ്, മിസ് എടുത്തതാണല്ലോ നിങ്ങൾക്ക്. അപ്പോ ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം തീർക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു ഹാഫ് അവർ നമുക്ക് ആ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി വെക്കാം. നിങ്ങൾ പേടിക്കണ്ട. പിന്നെ മെയിൻ എക്സാം നമുക്ക് ആദ്യമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. അവിടെ ഇവിടെ നമ്മൾ പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൈഡൊക്കെ ഉണ്ടോ? ഗൈഡ് മേടിച്ചിട്ട് ഉണ്ടോ? ഗൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ നോക്കാം. ഗൈഡുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഗൈഡ് ഫസ്റ്റ് അല്ലേ? ഗൈഡ് അറിയില്ല. നിഷ, ലക്ഷ്മി, ബാക്കിയുള്ളവരോ ഉണ്ടോ? ഗൈഡ് ഉണ്ടോ നിങ്ങളുടെ കയ്യിലൊക്കെ? ഉണ്ട്, അനു മെസ്സേജ് ഇട്ടിട്ട്. ഓക്കെ, അക്ഷര മേടിച്ചിട്ടില്ലടാ? അക്ഷരയുടെ കണ്ടില്ലല്ലോ. മേടിച്ചായിരുന്നോ? അപ്പൊ ഗൈഡ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം മെയിൻ എക്സാമിന്. ഓക്കെ, എല്ലാവരും ഉണ്ട്. നമ്മൾ ഇപ്പൊ വാർഷിക കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് തന്നെ 100 ശതമാനം ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. അത് തന്നെ നിങ്ങൾ ബൈപാർട്ട് ചെയ്ത് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം കേട്ടാ. പിന്നെ നമ്മൾ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. കുറച്ചൊക്കെ എല്ലാ ഭാഗത്തേക്ക് കവർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകാം. റിക്രൂട്ട്മെന്റ് ഈസ് കൺസിഡർ, എഴുതൊന്നും വേണ്ട കേട്ടോ. ആരും എഴുതി എടുക്കണമെന്നും വേണ്ട. വെറുതെ ഒന്ന് വായിച്ച് ഞാൻ പോരേ ഉള്ളൂ. നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം കേട്ടോ. റിക്രൂട്ട്മെന്റ് ഈസ് കൺസിഡർ എ പോസിറ്റീവ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ്, റിക്രൂട്ട്മെന്റിനെ നമ്മളൊരു ഇപ്പൊ പറഞ്ഞതാ നമ്മള് പോസിറ്റീവ് ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. റിജക്ട് എ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ. Then option B aim to build a group of qualified candidates. Then option C is a simple and inexpensive process. Then option D is only performed by the senior management. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്തേടാ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും ഏത് ഓപ്ഷനാ കറക്റ്റ്? റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് എന്ന് പറയാൻ കാര്യം ഏത് ഓപ്ഷനാ കറക്റ്റ്? ഒന്നുകൂടെ വായിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എയില് റിജക്ട് എ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അതുകൊണ്ടാണോ? ഓപ്ഷൻ ബി നോക്കിയേ, aim to build a group of qualified candidates. Aim to build a group of qualified candidates. Then option C is a simple and inexpensive process. Option D is only performed by the senior manager. Okay, management. ഏതാണ് ഓപ്ഷൻ ബി അല്ലേ? എന്താണ് സംശയം? പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാര്യം എന്താ? കുറെ കാൻഡിഡേറ്റ്സിനെ അവിടെ ബിൽഡ് ചെയ്തത് കൊണ്ടല്ലേ? കുറെ കാൻഡിഡേറ്റ്സിനെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് റിക്രൂട്ട്മെന്റിന്റെ പോസിറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് കാണുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ? എഴുതിയെടുക്കണ്ടോ പിള്ളേരെ? നിങ്ങൾ എഴുതി ഒന്നും എടുത്ത് വെറുതെ സമയം കളയണ്ട. ആ സമയം കൊണ്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഇനി മറന്നുപോവോ? ഇതൊക്കെ കേട്ടാ പോരെ? നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടാ പോരെ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗൈഡിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഗൈഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം, ബാക്കിയുള്ളത് പഠിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത സാറ്റർഡേ ആണോ 3rd 4th മൊഡ്യൂളിന്റെ എക്സാം? അല്ല, നമുക്ക് നിങ്ങളുടെ അടുത്ത മൊഡ്യൂൾ 2ാമത്തെ മൊഡ്യൂളിന്റെ എക്സാം എന്നത്
ഒരു എക്സാമ്പിൾ നമ്മൾ ആദ്യം നടത്തിയുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്റർ വെച്ചിട്ട് March 7 ആണ്. ഓക്കെ, 7 എന്ന് പറഞ്ഞ ഏതാണ്? സാറ്റർഡേ ആയിട്ടാണോ എന്റെ? മാർച്ച് 7. സാറ്റർഡേ നാളെ കഴിഞ്ഞിട്ടല്ലേ? ഇന്ന് 5 അല്ലേ? നാളെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാന്നുള്ളത്. 4, 5 മാറും. അതിന് ബേസ് ചെയ്തിട്ടല്ലേ? മെയിൻ എക്സാമിന്റെയാണ് നമ്മളിപ്പോ നോക്കി പോണത്. അപ്പൊ അത് നിങ്ങൾ ഗൈഡ് തന്നെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൈഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത് നോക്കിയേ, the recruitment process is described as a two-way process. നമ്മൾ പറഞ്ഞല്ലോ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒരു two-way പ്രോസസ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് വായിക്കാം കേട്ടോ. ഇറ്റ് ഇൻവോൾവ് two different interviews. Then option B, it brings together the employer and the prospective employee who both have a choice. Both have a choice. Then option C, it require എന്താണ്? മനസ്സിലാവണല്ലേ? നമ്മുടെ മഞ്ഞ എന്താണ് അക്ഷര? ഓപ്ഷൻസ് മനസ്സിലാവുന്നില്ലേ? ഓക്കെ നോക്കിയേ, ക്ലാസ് തീരാൻ പോയിട്ടാണോ? ഓക്കെ നോക്കിയേ, റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ two-way. നമ്മൾ പറഞ്ഞു ഒരു two-way പ്രോസസ് ആണ്. ഓപ്ഷൻ ഒന്നുകൂടി നോക്കിയേ. ഓപ്ഷൻ എ, ഇറ്റ് ഇൻവോൾവ്സ് two different interviews. രണ്ടാമത്തെ, ഇറ്റ് ബ്രിങ് ടുഗദർ ദ എംപ്ലോയർ ആൻഡ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയി ഹു ബോത്ത് ഹാവ് ചോയ്സ്. രണ്ടു പേർക്കും ചോയ്സ് ഉണ്ടെന്ന്. Then it requires, അടുത്ത പോയിന്റ്, it requires two separate application form. Then അടുത്ത നോക്കിയേ, D, two managers are required to conduct the process. രണ്ട് മാനേജർ വേണം ഈ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ. ഏതാ ആൻസർ? two-way പ്രോസസ് ആണെന്ന് പറയാൻ കാര്യം എന്താണ്? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി തന്നെ. പുഷ്പ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൽ. രണ്ടുപേർക്കും ചോയ്സ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ two-way പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, റിക്രൂട്ടറും റിക്രൂട്ടിയും രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് two-way പ്രോസസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആർ ഡിവൈഡഡ് ഇൻടു two main categories. ഏതൊക്കെയാണ് ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്? ഓപ്ഷൻ എ വായിക്കാം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഓപ്ഷൻ ബിയില് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓപ്ഷൻ സിയില് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓപ്ഷൻ ഡിയില് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഏതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്? വെരി ഗുഡ്. ഇതും ഓപ്ഷൻ ബി തന്നെയാണ്. ഏതാണ്? ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഓപ്ഷൻ ബി, വെരി ഗുഡ്, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, a company's recruitment policy and human resource planning are considered. അത് ഏതാണ് കേട്ടോ? കമ്പനീസ് റിക്രൂട്ട്മെന്റ് പോളിസിയും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും ഏതിലും തന്നെയാണ്? ഓപ്ഷൻ എ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓപ്ഷൻ ബി, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഓപ്ഷൻ ബി, സി, ഇന്റേണൽ ഫാക്ടേഴ്സ്. ദെൻ ഓപ്ഷൻ ഡി, മാർക്കറ്റ് ഫാക്ടേഴ്സ്. ഏതാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പോളിസി. ഓപ്ഷൻ സി ആണ്. ഏതിൽ വരുന്നതാണ്? ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What is the final step of the recruitment process that ensure its efficiency of the for the future? ഏതാണ് ഫൈനൽ സ്റ്റെപ്പ്? ഓപ്ഷൻ എ, സെലക്ഷൻ പ്രോസസ്. ഓപ്ഷൻ ബി, ആപ്ലിക്കേഷൻ പോൾ. ഓപ്ഷൻ സി, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഓപ്ഷൻ ഡി, ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. ഏതാണ്? ഓപ്ഷൻ സി, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. സെലക്ഷന്റെ നമ്മൾ സ്റ്റെപ്പുകൾ പഠിച്ചില്ലേ? അതും കൂടി നോക്കിക്കോളണം കേട്ടോ. സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സുകൾ പഠിച്ചില്ലേ? ഇനി അത് ഷെയർ ചെയ്യണ്ടല്ലോ. അതിന്റെ നിങ്ങള് നോക്കിക്കോളണം കേട്ടോ. ഇനി അത് ആദ്യം മുതൽ അറിയാലോ നിങ്ങൾക്ക്. ഇനിയിപ്പോ അത് തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, സ്ക്രോൾ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോക്കിക്കോളണം.
കണ്ട ഈ സ്റ്റെപ്സുകളില്ലേ നമ്മള് സെലക്ഷൻ പ്രോസസ്സിന് വരുന്നത്, സ്ക്രീനിങ് റിക്രൂട്ട്മെന്റിന്റെയും സെലക്ഷന്റെയും ആ സ്റ്റെപ്പുകളൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ചോദിക്കാം. ഇനി ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഹയറിംഗ് ഡിസിഷൻ. ഓക്കെ, അത് രണ്ടും നോക്കിക്കൊള്ളണം. Moving an employee from a lower level position to higher level is is an example of which internal recruitment method. Adega option A lower level position to higher position, option A le transfer, option B le job posting, option C le promotion, option D le employee referral. ഏത് ഓപ്ഷനാ? ലോവർ ലെവൽ ടു ഹയർ. പ്രൊമോഷൻ അത്രയും നമ്മൾ എഴുതണ്ടോ. ഞാൻ ഓപ്ഷൻ വായിക്കുമ്പോ നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, ഏതാണ് പ്രൊമോഷൻ? ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ ഏതാണ്? പ്രൊമോഷൻ. The internal method of posting notice about a job vacancy in the common area is called dash. The internal method of posting notice about a job vacancy in common area is called option A le employee referrals, option B le job posting, option C le promotion, option D transfer. ഏതാണ്? അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്. ഏത് ഓപ്ഷനാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? The internal method of posting notice about the job. ജോബിനെ കുറിച്ചുള്ള പോസ്റ്റ് നോട്ടീസ് പോസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? എംപ്ലോയി റെഫറൽ ആണോ, പ്രൊമോഷൻ ആണോ, ട്രാൻസ്ഫർ ആണോ, ജോബ് പോസ്റ്റിംഗ് ആണോ? ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ നോക്കിയേ. The internal method of posting notice about a job vacancy. നേരെ കിടക്കണല്ലേ, ജോബ് പോസ്റ്റിംഗ് അല്ലേ? പോസ്റ്റിംഗ് നോട്ടീസ് അബൌട്ട് എ ജോബ് എന്ന് പറയുന്നതിലുണ്ടല്ലോ, തിരിച്ചിട്ടാ പോരെ. ഏതാണ്? ജോബ് പോസ്റ്റിംഗ് അല്ലേ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ നമ്മളെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് മാറ്റുന്നതല്ലേ? ഇതല്ലേ പ്രൊമോഷൻ വന്നത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഗ്രേഡ് തന്നെയാ, സാലറി കാര്യങ്ങൾ ഇതൊന്നും മാറുള്ള സെയിം തന്നെയാണ് ട്രാൻസ്ഫർ. പിന്നെ എംപ്ലോയി റെഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യാണ് ആരെങ്കിലും, അല്ലേ? എംപ്ലോയിനെ റെഫർ ചെയ്യുന്നു. ഓക്കെ, റെഫർ അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A major demerit of employee referral is that it can lead to എന്തിന്? മേജർ ഡിമെറിറ്റ് ആണ് കേട്ടോ എംപ്ലോയി റെഫറലിന്റെ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, wide choice of the candidates, option B favoritism, then option C increased recruitment cost, option D slower hiring process. ഏതാണ് എംപ്ലോയി റെഫറലിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയി റെഫറലിന്റെ ഡിമെറിറ്റ് ഏതാണ്? അത് പഠിച്ചിട്ടുണ്ടല്ലോ. വൈഡ് ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണോ? ഫേവറിറ്റിസം. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ഫേവറിറ്റിസം. Sending recruiters to university campuses is an example of which type of external recruitment method? ഏത് ടൈപ്പാണ് കേട്ടോ റിക്രൂട്ട്മെന്റ് മെത്തേഡില്? ഏത് ടൈപ്പാണ് സെൻഡിങ് റിക്രൂട്ടേഴ്സ് ടു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്? ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അടുത്ത ഡി ഓൺലൈൻ മെത്തേഡ്. ഏത് മെത്തേഡിലാ സെൻഡിങ് റിക്രൂട്ടേഴ്സ് ടു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്? ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി, ഡയറക്റ്റ് മെത്തേഡ്, ഓൺലൈൻ മെത്തേഡ്. ഏത് മെത്തേഡാ? നേരെ അവരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് റിക്രൂട്ടേഴ്സിന് അയക്കുന്നത്, നമുക്ക് കാൻഡിഡേറ്റ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഏത് നേരെ അയക്കുന്നത്? ഏത് മെത്തേഡാ? ഡയറക്റ്റ്. ഇതിനകത്ത് നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്,
ഡയറക്റ്റ് മെത്തേഡ്, ഓൺലൈൻ മെത്തേഡ്. അപ്പൊ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ഏതാ അതിനകത്ത്? ഡയറക്റ്റ് മെത്തേഡ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പ്ലേസിംഗ് അഡ്വർടൈസ്മെന്റ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻ ആൻഡ് ജോബ് ബോർഡ്സ് ഫോൾസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് റിക്രൂട്ട്മെന്റ്? ഏത് മെത്തേഡ് ആണെന്ന്? ഡയറക്റ്റ് മെത്തേഡ്, ഓപ്ഷൻ ബിയില് ഇൻഡയറക്റ്റ് മെത്തേഡ്, ഓപ്ഷൻ സിയില് തേർഡ് പാർട്ടി മെത്തേഡ്, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഏതാ? സെൻഡിങ്, പ്ലേസിംഗ് അഡ്വർടൈസ്മെന്റ് ഇൻ ന്യൂസ് പേപ്പർ, മാഗസീനിലൊക്കെ കൊടുക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ് അല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെയാണോ അത്? അതേ തേർഡ് പാർട്ടി മെത്തേഡിൽ തന്നെയാണോ? ഇതിൽ വരുന്ന അത് മൂന്നെണ്ണം നോക്കിയേ. മറിച്ച് നോക്കണോ? ടെക്സ്റ്റ് മറിച്ച് നോക്കണോ? ഏതാ? പ്ലേസിംഗ് അഡ്വർടൈസ്മെന്റ്, ന്യൂസ് പേപ്പർ, മാഗസീൻ, ഇതൊക്കെ വരുന്നത് ഏതിനകത്താ? ഡയറക്റ്റ് അല്ല. ഇത് തേർഡ് പാർട്ടി ആണോ? അല്ലല്ലോ, അത് എംപ്ലോയ്മെന്റ് ഓഫീസ് ഒക്കെ അല്ലേ നമ്മൾ പറഞ്ഞ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒക്കെ അല്ലേ തേർഡ് പാർട്ടിയിൽ പറഞ്ഞത്. ഏതാണിത്? ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡിൽ വന്നത്. ഇൻഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. കണ്ട അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേണ്ട, യൂസിംഗ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി ഓർ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഈസ് കൺസിഡർ. അതേതാണ്? ഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണോ, തേർഡ് പാർട്ടി ആണോ? രണ്ടൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി ഒക്കെ ഏതാ? നമ്മുടെ രണ്ടുപേർക്കുടെ ഇടയിൽ വരുന്ന ഒരാളല്ലേ, തേർഡ് പാർട്ടി മെത്തേഡിൽ. ഇനി അടുത്ത് നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടിപ്പിക്കൽ സെലക്ഷൻ പ്രൊസീജിയർ. അപ്പൊ നമ്മൾ പറഞ്ഞതാ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ത്രൂ ആപ്ലിക്കേഷൻ ഫോം. ഓപ്ഷൻ സിയിലാണ് കേട്ടോ, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ത്രൂ ആപ്ലിക്കേഷൻ ഫോം. ഓപ്ഷൻ ഡിയില് മെഡിക്കൽ എക്സാമിനേഷൻ. സെലക്ഷൻ പ്രോസസ്സിന്റെ ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഓപ്ഷൻ എയില് സെലക്ഷൻ, ഓപ്ഷൻ സി കേട്ടോ, കറക്റ്റ് ഓപ്ഷൻ സി ആണ്, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ത്രൂ ആപ്ലിക്കേഷൻ ഫോം. പിന്നെ അതുപോലെ ഫൈനൽ സ്റ്റെപ്പും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ്? സെലക്ഷൻ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പ് ഏതാണ്? ഹയറിംഗ് ഡിസിഷൻ. അത് നോക്കണ്ടല്ലോ. Intelligence test and mechanical aptitude test are the examples of dash. Intelligence testum mechanical aptitude testum ഏതിൽ വരുന്നതാണ്? ഓപ്ഷൻ എയില് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബിയില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഓപ്ഷൻ സിയില് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഓപ്ഷൻ ഡിയില് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഏതിൽ വരുന്ന ഇന്റലിജൻസും മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതിനകത്ത് തന്നെയുണ്ട്. Intelligence test and mechanical aptitude test are the examples of. Achievement ടെസ്റ്റിൽ തന്നെയാണോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വന്നതാണോ? പേഴ്സണാലിറ്റിയിൽ ആപ്റ്റിറ്റ്യൂഡ് കേട്ടോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓപ്ഷൻ ബി ആണ്. Okay, a test that requires a candidate to perform a part of the actual work. ഒരു യഥാർത്ഥത്തിലുള്ള വർക്കിന്റെ ഇത് കൊടുക്കുകയാണ്. സച്ച് ആസ് ഡെലിവറിംഗ് എ ലിറ്ററേച്ചർ ഫോർ എ ടീച്ചിങ് പൊസിഷൻ ഈസ് ഡാഷ്. ജോബ് നോളജ് ടെസ്റ്റ്, ഓപ്ഷൻ ബിയില് വർക്ക് സാമ്പിൾ ടെസ്റ്റ്, ഓപ്ഷൻ സിയില് സൈക്കോമോട്ടോർ ടെസ്റ്റ്, ഓപ്ഷൻ ഡിയില് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഏതാ ആക്ച്വൽ വർക്ക് എന്ന് പറയുമ്പോ ഏതാ? ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എയില് ജോബ് നോളജ് ടെസ്റ്റ്, ഓപ്ഷൻ ബിയില് വർക്ക് സാമ്പിൾ ടെസ്റ്റ്, ഓപ്ഷൻ സിയില് സൈക്കോമോട്ടോർ ടെസ്റ്റ്, ഓപ്ഷൻ ഡിയില് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആക്ച്വൽ വർക്ക് ഒരു യഥാർത്ഥത്തിലുള്ള വർക്ക് അവരോട് ചെയ്യാനായിട്ട് നമ്മൾ പറയാണ്. നമ്മൾ ഒരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ അതിനെ കുറിച്ച് ലിറ്ററേച്ചർ ക്ലാസ് എടുക്കാൻ പറയുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ.
ഏത് ടെസ്റ്റ് ആണ്? പറഞ്ഞേ പിള്ളേരെ, എന്താണ് നിങ്ങൾ മിണ്ടായിരിക്കണേ? എ ടെസ്റ്റ് ദാറ്റ് റിക്വയർഡ് കാൻഡിഡേറ്റ്സ് ടു പെർഫോം എ പാർട്ട് ഓഫ് ദ ആക്ച്വൽ വർക്ക്. യഥാർത്ഥത്തിലുള്ള ഒരു വർക്ക്, വർക്ക് സാമ്പിൾ ടെസ്റ്റ് അതിനകത്ത് ഇല്ലേ? ആ ക്വസ്റ്റിനെ തന്നെ ആൻസർ കിടക്കണ്ടല്ലോ. ഇത്രയും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ABCD അങ്ങനെ ഒന്ന് ടൈപ്പ് ഇട്ടാ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, അടുത്തത്. A job offer that is subject to the candidate passing a background check or drug test is known as dash. അത് ഏത് ഓഫർ ആണ് കേട്ടോ? ഒരു നോക്കിയേ. A job offer that is subjected to the candidate passing a background check അല്ലെങ്കിൽ or drug test is known as. ഒന്നാമത്തെ ഫൈനൽ ഓഫർ ആണോ നോക്കിയേ? ഫൈനൽ ഓഫറിൽ തന്നെയാണോ? ഓപ്ഷൻ ബി നോക്കിയേ, കണ്ടീഷണൽ ജോബ് ഓഫറിൽ വരുന്നതാണോ? ഓപ്ഷൻ സിയില് മാക്സിമം ജോബ് ഓഫറിൽ വരുന്നതാണോ? ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഒന്ന് പറഞ്ഞേ, ഓർക്കണ്ടോ നോക്കിയേ. ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ എടുത്തതാ. എ ജോബ് ഓഫർ is subjected to the candidate's passing background check അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് is known as. അത് ഏതാ? ഫൈനൽ ഓഫർ കൊടുത്തതാണോ? ഫൈനൽ ഓഫർ ആണോ? കണ്ടീഷണൽ ജോബ് ഓഫർ ആണോ? മാക്സിമം ജോബ് ഓഫർ ആണോ? മെസ്സേജ് ചെയ്തേ. ഓപ്ഷൻ എയില് ഫൈനൽ ഓഫർ, ഓപ്ഷൻ ബിയില് കണ്ടീഷണൽ ജോബ് ഓഫർ, ഓപ്ഷൻ ഡിയില് മാക്സിമം ജോബ് ഓഫർ. വെരി ഗുഡ്. ഏതാണ്? കണ്ടീഷണൽ. ഏതാ? ഡ്രഗ് ടെസ്റ്റ് നിങ്ങൾ എന്തൊക്കെ നടത്തും? ഡ്രഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി. അതാണ് ഓഫർ പറയണത് അവര്. അല്ലാതെ ഒരു ഇതുമില്ല, ലാസ്റ്റ് അല്ല. മറ്റേ ഫൈനൽ ഓഫറിൽ നമ്മൾ പറഞ്ഞു ഫൈനൽ കൊടുക്കാം, പിന്നെ കാൻഡിഡേറ്റ്സ് ഒന്നും അവിടെ പാലിക്കണ്ട. എല്ലാം കഴിഞ്ഞ ഫൈനൽ ഓഫർ ആണ്. അവിടെ വേറെ കണ്ടീഷൻ ഒന്നുമില്ല. ഇവിടെ അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഏതാ? കണ്ടീഷണൽ ജോബ് ഓഫർ. ലീഗൽ ഡോക്യുമെന്റ്, ഇതൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തതാട്ടോ. The legal document detailing the rights, responsibilities and obligation of both the employer and employees dash. ഏതാണ്? എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ആ ലീഗൽ ഡോക്യുമെന്റ്. ഇൻ ദ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻസ് ഒക്കെ പറയുന്നത്. ഓപ്ഷൻ എയില് ജോബ് ഓഫർ ലെറ്റർ, ഓപ്ഷൻ ബിയില് ആപ്ലിക്കേഷൻ ഫോം, ഓപ്ഷൻ സിയില് contract of employment, then option D reference check report. ഏതാ? The legal document dealing the rights, responsibility and obligation of both the employer and employee. അതേതാ? എംപ്ലോയർ എംപ്ലോയി പാലിക്കേണ്ട അവകാശങ്ങള്, അവരുടെ കടമകള്, ഒബ്ലിഗേഷൻസ്, ഇതൊക്കെ കാണിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ് ഏതാ? എന്താണ് അത്? ലീഗൽ ഡോക്യുമെന്റ് പറയുന്നത് ജോബ് ഓഫർ ലെറ്റർ ആണോ? ആപ്ലിക്കേഷൻ ഫോം ആണോ? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണോ? ഓപ്ഷൻ സി ആണ് കേട്ടോ. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണോ? ഓപ്ഷൻ ഡി റെഫറൻസ് ചെക്ക് റിപ്പോർട്ട് ആണോ? ഏതാ? കരാർ ഏതാണ്? എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്ട് ഏതാണ്? ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നിങ്ങൾ എഴുതിയെടുക്കണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇടാത്ത? ഞാൻ പറഞ്ഞില്ല, എഴുതിയെടുക്കണ്ട, വെറുതെ ഒന്ന് കേട്ടാൽ മതി. ഏതാണ് ആ ലീഗൽ ഡോക്യുമെന്റ്? ഏതാണ് പറഞ്ഞേ? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ആ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ കാണിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ് ഏതാ? നിഷ ഏതാടാ? നിഷേ, ഇനി ഓരോരുത്തരോട് ഞാൻ ചോദിക്കാം.
ഏതാ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. ജോബ് ഓഫർ ലെറ്റർ ആണോ? ഓപ്ഷൻ ബിയിലെ ആപ്ലിക്കേഷൻ ഫോം ആണോ? ഓപ്ഷൻ സിയിലെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണോ? ഓപ്ഷൻ ഡിയിലെ റെഫറൻസ് ചെക്ക് റിപ്പോർട്ട് ആണോ? ആരാ മെസ്സേജ് ഇടാ? ഏതാണ് കറക്റ്റ് ആൻസർ? അക്ഷരക്കുട്ടി, അക്ഷരക്ക് കിട്ടിയില്ലേ? ഏതാണ് ആൻസർ? ലീഗൽ ഡോക്യുമെന്റ് ഏതാ? ആ, കോൺട്രാക്ട് അല്ലേ? ഏതാ? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. സൻഹാനാണോ? സൻഹാൻ നിസാം. വെരി ഗുഡ്. അവര് തമ്മിലുള്ള ആ കോൺട്രാക്ട് ഏതാ? ഇല്ലല്ലേ? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ? അതിനകത്തുള്ള ആ കറക്റ്റ് സെന്റൻസ് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A true positive selection decision is known as dash. A true positive selection decision. അതിനെന്തെന്നാ പറയണേ? false negative error, low hit, ഓപ്ഷൻ സിയില് ഹൈ ഹിറ്റ്, ഓപ്ഷൻ ഡിയില് false positive error. ഏതാ? ട്രൂ പോസിറ്റീവ് സെലക്ഷൻ ബ്രാക്കറ്റിൽ കിടക്കുന്നുണ്ടല്ലോ. അതിനെന്താ ട്രൂ പോസിറ്റീവ് എന്താ പറഞ്ഞത് നമ്മള്? സെലക്ഷൻ ഡിസിഷന്റെ ബ്രാക്കറ്റില് എന്താണ് കിടക്കുന്നത്? True positive selection decision is also known as dash. Option A le false negative error, option B le low hit, option C le high hit, option D le false positive error. ഏതാണ്? അക്ഷരക്കുട്ടി. ആ, സൻഹ നിസാം. ഏതാണ്? വെരി ഗുഡ്. ഏതാണ്? ഹൈ ഹിറ്റ് ആണ് അല്ലേ? ഹൈ ഹിറ്റ് അല്ലേ? ട്രൂ പോസിറ്റീവിന്റെ ബ്രാക്കറ്റിൽ അവിടെ കിടക്കല്ലേ ഹൈ ഹിറ്റ് എന്ന്. ഓക്കെ, the process of introducing new employee to the organization, its people and its practice is called a dash. And the process of introducing new employee to the organization, its people and its practice. പുതിയ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് ഏതാണ്? ഓപ്ഷൻ എ സെലക്ഷൻ, ഓപ്ഷൻ ബി പ്ലേസ്മെന്റ്, ഓപ്ഷൻ സി റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ഡി ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ. അവര് പരിചയപ്പെടുത്തുന്നത് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ. സെലക്ഷൻ ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലേസ്മെന്റ് ആണോ? ഓപ്ഷൻ സി റിക്രൂട്ട്മെന്റ് ആണോ? ഓപ്ഷൻ ഡി ഓറിയന്റേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഏതാണ്? ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ അല്ലേ? ആ സെന്റൻസ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ പ്രൈമറി പർപ്പസ് അതൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ, ഓറിയന്റേഷന്റെ ഒക്കെ. പിന്നെ പ്ലേസ്മെന്റ് ആ ഒരു സെക്ഷൻ അത് നോക്കണം. പിന്നെ നമ്മള് ഡോൺസ് ഒക്കെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ, ഇനിഷ്യൽ സ്റ്റെപ്പ് പ്ലേസ്മെന്റിന്റെ അതൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ കുറച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതാണ്. നിങ്ങൾ എത്രത്തോളൊക്കെ എത്തിയെന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് സമയമുണ്ടല്ലോ. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് പഠിക്കാനായിട്ട്. എല്ലാവരും ഇനിയുള്ള സമയം ഇരുന്ന് പഠിക്കുക. മെയിൻ എക്സാമിന് നിങ്ങൾ ആ ഗൈഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഉള്ളതൊക്കെ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂള് എക്സാം ഉണ്ട്, സാറ്റർഡേ ആണല്ലോ, നാളെ കഴിഞ്ഞിട്ടാണ് എക്സാമിന്. നന്നായിട്ട് പഠിക്കാം. ഇനി അതിനു വേണ്ടി പഠിക്കണോണ്ടാണോ ഇതിനെ മാറ്റി നിർത്തിയത്? ഇനി മെയിൻ എക്സാം ആകുമ്പോഴത്തേക്കും പഠിക്കാന്ന് വിചാരിച്ച് അതുകൊണ്ടാണോ? ഇന്ന് ആരും ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ.
എനിക്ക് തോന്നി ക്വസ്റ്റ്യൻസ് വെറുതെ എന്താ പറയാ, ഞാന് തിരക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നിങ്ങൾ എത്രത്തോളം എത്തി എന്നുള്ളത് എനിക്കറിയണ്ടേ. നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോഴാ എന്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, അവരെന്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഇച്ചിരി സമയം പോലെ റിവിഷൻ തന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും. പോർഷൻസ് വലിയൊരു ചാപ്റ്റർ ആയിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ ക്ലാസ്സുകളാണെങ്കിലും നമുക്കൊരു ക്ലാസ് വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രത്തോളം എത്തിയത്. അതിന്റെ അതുകൊണ്ടാണ് നമുക്ക് അധികം റിവിഷൻ തരാൻ സമയം നിങ്ങൾക്ക് കിട്ടാത്തത്. എന്നാലും കുഴപ്പമില്ല, ക്ലാസ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്തു. നല്ലോണം ക്ലാസ്സിലാണെങ്കിലും ഓക്കെ നല്ല ഇതായിട്ട് തന്നെ നിങ്ങൾ എടുത്തു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നിങ്ങൾക്ക് എക്സാമിന് സമയമുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. മെയിൻ എക്സാമിന് നിങ്ങൾ ആ ഗൈഡിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോ നമുക്ക് കോൺവെക്കേഷന് കാണാം. അന്നേരം വന്നിട്ട് നിങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യണോട്ടോ. നിഷ, അക്ഷര, സൻഹ, നിസ്ന, ഇത്രയും പേരെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല കുട്ടികളായിട്ട് നല്ലോണം പഠിക്കുക. നല്ല റിസൾട്ട് ഒക്കെ കിട്ടി പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റണേന്നും കൂടി ഞാൻ ഒപ്പം പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നല്ല ബാച്ചുമായിരുന്നു, നല്ല കുട്ടികളായിരുന്നു. ഇതിപ്പോ എക്സാമിന് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ആരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. നല്ല കൂളായിട്ട് എക്സാം എഴുതുക. ടെൻഷൻ അടിച്ച് തെറ്റിക്കരുത്. അപ്പൊ ഉള്ള സമയം ഇനി കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനിയിപ്പോ നമുക്ക് കോൺവെക്കേഷന് കാണാം. ഓക്കെ, നിങ്ങളൊന്നും നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. ക്ലാസ് ഒക്കെ ഇഷ്ടമായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? ചോദിക്കട്ടെ. ഓക്കെ ആയിരുന്നോ? ഞാനിവിടെ മ്യൂട്ട് ചെയ്തിട്ടല്ലേ എപ്പോഴും. ഓക്കെ, ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും മ്യൂട്ട് ചെയ്തിട്ടേ. നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഇവിടെ അങ്ങനെ വേണം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസാരം ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഉള്ളി നമുക്കൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നല്ലൊരു ബാച്ചുമായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലാസ് കേൾക്കാൻ പറ്റി, കുഴപ്പമൊന്നും ഇല്ലാതെ. അപ്പൊ എല്ലാവരും ഇനിയുള്ള സമയം ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഈ കോൺവെക്കേഷന് വരുമ്പോ മിണ്ടാതിരിക്കോ? ഇല്ലാതിരിക്കോ? നിങ്ങൾ വന്ന് സംസാരിച്ചാലായിട്ട് അറിയാൻ പറ്റുള്ളൂ. പേരുകൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇഷ്ടമായില്ല, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സംസാരിക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി എന്നാ നമുക്ക് അന്നേരം കാണാം. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. വീണ്ടും പറയാണ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും എന്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ.